സുമോദ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സീറ്റ് പ്രതീക്ഷിച്ച് നടന്ന ഒരുപാട് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൽദോസ് കുന്നപ്പള്ളി തന്നെയാണ്. എൽദോസ് കുന്നപ്പള്ളി വലിയ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു സീറ്റ് ലഭിക്കുമെന്നുള്ള രീതിയിൽ. പക്ഷേ അത് അവസാനം ആ സീറ്റ് നഷ്ടപ്പെടുകയാണ്. പക്ഷേ അദ്ദേഹം നേരത്തെ DCC അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ വലിയ ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു, ഒരു ഭീഷണി. ഇപ്പോൾ ഈ സീറ്റ് ലഭിക്കാതെ സീറ്റ് ആഗ്രഹിച്ച് നടന്ന സ്ഥാനാർത്ഥികളെ എങ്ങനെ അനുനയിപ്പിക്കാനായിരിക്കും ഹൈക്കമാൻഡിന്റെ ശ്രമം? അതായത് പരമാവധി അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു അവർ ചെയ്തിരുന്നത്. മാത്രമല്ല, നേരത്തെ എൽദോസ് കുന്നപ്പള്ളി ഡൽഹിയിൽ വന്ന് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ സമയത്ത് പോലും പരമാവധി അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകാം എന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഉറപ്പ് നൽകിയിരുന്നത്. പക്ഷേ എൽദോസ് കുന്നപ്പള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം പ്രതിയായിട്ടുള്ള കേസ് 26-ാം തീയതി വീണ്ടും പരിഗണിക്കുകയാണ് കോടതിയിൽ. ഈ കോടതിയിൽ കേസ് പരിഗണിച്ച് കഴിയുമ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ മാത്രമല്ല, പെരുമ്പാവൂരിൽ മാത്രമല്ല, ഈ സംസ്ഥാന വ്യാപകമായിട്ടുള്ള എല്ലാ UDF സ്ഥാനാർത്ഥികളുടെയും അവരുടെ വിജയത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറി നിൽക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് എൽദോസ് കുന്നപ്പള്ളി എത്രത്തോളം അനുസരിക്കും? അദ്ദേഹത്തിന് വേണ്ടി ഇന്ന് രാവിലെ പോലും പെരുമ്പാവൂരിൽ ഉയർന്നിരുന്നു. പക്ഷേ മനോജ് മുത്തേടൻ ആ പ്രദേശത്തുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥി ഭാരവാഹിയായിട്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം ആരംഭിച്ചത്. പിന്നീട് യൂത്ത് കോൺഗ്രസിലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ തന്നെ തിളങ്ങുന്ന മനോജ് മുത്തേടനെയാണ് ഇപ്പോൾ പെരുമ്പാവൂരിലെ സിറ്റിംഗ് സീറ്റിൽ തന്നെ എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റിയിട്ട് അവിടെ മത്സരിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. ശരി, ഇപ്പോൾ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. വളരെ ദിവസങ്ങളായി കാത്തിരുന്ന പട്ടികയാണ്. വലിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം കണ്ണൂർ തന്നെയായിരുന്നു നമ്മൾ ഉറ്റുനോക്കിയിരുന്നത്. കണ്ണൂർ TO മോഹനൻ തന്നെ മത്സരിക്കുമെന്നുള്ളതാണ്. ഉടുമ്പൻചോലയിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇടുക്കിയിൽ റോയി K പൗലോസ്, ഏറ്റുമാനൂർ നാട്ടകം സുരേഷാണ് ഇടം പിടിച്ചിരിക്കുന്നത്. നേരത്തെ വലിയ പ്രവർത്തനങ്ങളൊക്കെ മറ്റ് സ്ഥാനാർത്ഥികൾ അവിടെ നടത്തിയെങ്കിൽ പോലും അവസാനം നറുക്ക് വീഴുന്നത് നാട്ടകം സുരേഷിനാണ്. കാഞ്ഞിരപ്പള്ളിയിൽ ആ സീറ്റിൽ റോണി K ബേബിയാണ് മത്സരിക്കുന്നത്. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ MJ എന്നിങ്ങനെ മത്സരിക്കുന്നു. ഇപ്പോൾ സുമോദ് തുടരുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. സുധാകരൻ്റെ പ്രതികരണം നമ്മൾ അല്പസമയം മുൻപ് കണ്ടിരുന്നു. പാർട്ടിക്കൊപ്പം മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കടുംപിടുത്തത്തിൽ നിന്നിരുന്ന സുധാകരനെ എങ്ങനെയാണ് ഹൈക്കമാൻഡ് അനുനയിപ്പിച്ചത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും നമുക്കൊരു സൂചനയുണ്ടോ? അതായത് സുധാകരനെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാർ നമ്മളോട് അറിയിച്ചിരുന്നത്. അതനുസരിച്ച് തന്നെയാണ് ഡൽഹിയിലെ എല്ലാ മലയാള മാധ്യമങ്ങളും PTA, ANA തുടങ്ങിയ വാർത്താ ഏജൻസികളും സുധാകരൻ്റെ വാക്കുകൾക്ക് വേണ്ടി അവിടെ കാത്തിരുന്നത്. സുധാകരൻ 7:15 ഇറങ്ങുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും ഒരു 7:45 അദ്ദേഹം ഗേറ്റ് കടന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ ഗേറ്റ് കടന്നെത്തി അദ്ദേഹം കാറിൽ നിന്ന് തന്നെ പറഞ്ഞത് താൻ ഒരിക്കലും പാർട്ടിക്ക് അതീതനല്ല, പാർട്ടിക്ക് അനുസൃതമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും തൻ്റേത് എന്ന്, ഒരു പാർട്ടിക്ക് പൂർണ്ണമായി കീഴടങ്ങി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഒരു ലാളിത്യം നിറഞ്ഞ പാർട്ടിയോട് ഉള്ള സ്നേഹം തുളുമ്പുന്ന വാക്കുകളായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നീടാണ് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഒരു കാര്യങ്ങൾ എത്തുന്നത് എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു നിർണായകമായ ഫോൺ കോൾ വരികയായിരുന്നു. ആ ഫോൺ കോൾ മറ്റാരുടേതുമല്ല, പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടേതായിരുന്നു. ആ ഖാർഗെയുടെ 10 മിനിറ്റ് നീണ്ട ഫോൺ സംഭാഷണത്തിലൂടെ എല്ലാ തരത്തിലുള്ള നീരസങ്ങളും ഒഴുക്കിക്കളയുന്ന ഒരു ഫോൺ സംഭാഷണമായിരുന്നു ഉണ്ടായിരുന്നത്. K സുധാകരൻ പാർട്ടിക്ക് നൽകിയ സംഭാവനകൾ എന്നും വിലമതിക്കപ്പെടും എന്ന് പറഞ്ഞ ഖാർഗെ അദ്ദേഹത്തിൻ്റെ പരിഭവങ്ങളും പരാതികളും തീർക്കാനും എല്ലാം കൃത്യമായ ഒരു അവസരം ഉണ്ടാകും, അതനുസരിച്ച് തന്നെ പാർട്ടി എന്നും സുധാകരനെ ചേർത്ത് പിടിക്കും എന്ന കാര്യം തന്നെയാണ് അറിയിച്ചത്. ഇതോടുകൂടി തന്നെയാണ് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയർത്താൻ വന്നിരുന്ന സുധാകരൻ പ്രതിഷേധത്തിൻ്റെ എല്ലാ മഞ്ഞും ഉരുകി പാർട്ടി സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന വാക്കുകളുമായി ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്.